ഇനി സഹോദരന്മാരെ, മൂപ്പര് വായിക്കാണ് CM സ്മരണിക. CM സ്മരണിക അതിലെന്താ ഉള്ളത്? മൂപ്പര് കത്ത് വായിച്ചു മുമ്പ്, ഞാൻ ബാക്കി ഇപ്പം വായിപ്പിച്ച്. എന്താ ഉള്ളത്? അള്ളാഹുവിന് തുല്യനായിട്ട് ഒരാളില്ല. കേട്ടോളി. ഒരു അടിമയുടെ കണ്ണും കാതും കയ്യും കാലും അള്ളാഹു ആയി കഴിഞ്ഞാൽ ആ അടിമക്കുണ്ടാകുന്ന ശക്തിവിശേഷം വർണ്ണനാതീതമാണ്. അള്ളാഹു ആകാന്ന് പറഞ്ഞാലോ, അവരുടെ കണ്ണിന് പ്രത്യേക കഴിവ്, കാതിന് പ്രത്യേക കഴിവ്, അതാണ് അതിനെപ്പറ്റി പറയാൻ. പക്ഷേ അതത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അപ്പൊ അള്ളാഹ്ക്ക് തുല്യമായിട്ട് ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹ്ക്ക് തുല്യമായിട്ട് ഒരു വിഷയത്തിലും ഒരാളുമില്ലെന്ന് ഈ ലേഖകൻ ആദ്യം പറഞ്ഞു. അത് വിശദീകരിച്ച ലേഖകൻ വേറൊരു സ്ഥലത്ത് ശരിക്കും മനസ്സിലാക്കണേ, മൗലവിയാർക്ക് തട്ടിപ്പില്ല. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്താ പറയുക? അർത്ഥം എന്താ? അള്ളാഹിനെ പോലത്തെ ഒരു കേൾവി ഉണ്ടാവുന്ന ഒരിക്കലുമല്ല. പിന്നെ അസാധാരണമായ കേൾവി ഉണ്ടാവും. അതിന്റെ നേരെ അടുത്ത വരി, അസാധാരണമായ കേൾവിയും കാഴ്ചയും സിദ്ധിക്കുന്നത് ഒരേ ഒരു ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് തന്നെ ആകണം എന്നില്ല. അപ്പൊ അസാധാരണമായ കേൾവി ഉണ്ടാവുന്നാണ് ഈ പറഞ്ഞത്. അതിന്റെ തൊട്ട വരി തന്നെ വിശദീകരിച്ചു ആ എഴുതിയ പണ്ഡിതൻ. അയാൾ കാഫറാക്കാൻ നടക്കാണ്. അണ്ടോൺ ഉസ്താദ എഴുതിയത്. മൂപ്പരെ കാഫറാക്കാൻ നടക്കുക മൗലവി. അപ്പൊ കാഫറായില്ലേ? എങ്ങനെയാ കാഫറായി മൗലവി? നീ എവിടുന്നാ ഇത് പഠിച്ചത്? എന്റെ മൂപ്പര് അതിവിടെ പറഞ്ഞിട്ട് ഒരു ഉരുട്ടുന്നത് ആ രസം. ഉരുട്ട് കേൾക്കണം നിങ്ങൾക്ക്. ആ ദജ്ജാലൂരെ കഥാപുരാറിലെ റസൂലുള്ളാ മൗലവി വരികയാണ്. നിങ്ങൾ നോക്കണം മൗലവിനെ. മൗലവി പറയുന്നത് അല്ല കേൾക്കും പോലെ കേൾക്കൂ എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അയാൾ പറയുന്നറിയോ? പിന്നെ ചോദിക്കുന്ന എന്താറിയോ? അള്ളാനെ പോലെ കേൾക്കോ? എഴുത്തിലുള്ളതെന്താ? അല്ല കേൾക്കും പോലെ കേൾക്കുക. അതിന്റെ അർത്ഥം എന്താ? അസാധാരണ കേൾവി. അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് മൂപ്പര് ചോദ്യം വരുന്ന എങ്ങനെ അറിയോ? അള്ളാനെ പോലെ കേൾക്കോ? ഉള്ളതെന്താ? അല്ല കേൾക്കും പോലെ കേൾക്കാൻ. ചോദിക്കുന്നത് എന്താ? അള്ളാനെ പോലെ കേൾക്കോ? തട്ടിപ്പ്. ആ കേട്ടോളി. തട്ടിപ്പാദ്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. CM വലിയുള്ള സ്മരണികയുടെ പുസ്തകത്തിൽ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അതിന് മൂപ്പരും മറ്റും മറുപടി പറഞ്ഞതെന്താ? സലഫി കട്ടിട്ടാ വായിച്ചത്. പച്ചക്കള്ളം മൗലി ഇവിടെ തട്ടിവിട്ടതാണ്. എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? CM സ്മരണികയിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വാചകം കട്ടുക പറയണേ. ഏതാ വാചകം? കട്ടിട്ടില്ലവരോട് കേട്ടോ. എന്താ? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ആർക്കായതൊക്കെ എന്റെ പേര് പറഞ്ഞത്? അള്ളാഹു നൽകിയതായതുകൊണ്ട് തുല്യല്ല. നിങ്ങൾ നോക്കേ, ഇതിലുള്ള എന്തറിയോ? ഇപ്പൊ അയാൾ എന്ത് വെച്ചാൽ ഒരു വാചകം കൂട്ടിച്ചേർക്കരുത്. മുമ്പ് കട്ടതാണ്, ഇപ്പൊ കൂട്ടിച്ചേർത്താണ്. നോക്കോളെ, ഇതിലുള്ള എന്തറിയോ? ഇഷ്ടദാസന്റെ കണ്ണും കാതും കഴിയും. അവിടെ അയാൾ എന്ത് അറിയോ? അള്ളാഹുവിനെ പോലെ എന്ന് കൂട്ടിക്കൊടുത്ത് വായിക്കുമ്പോ വെച്ചാ അവൻ ഒന്നുകൂടി വെച്ചാൽ ഒന്നുകൂടി അള്ളാഹിനെ പോലെ കൂട്ടിച്ചേർത്ത്. എന്നാ അള്ളാഹു നൽകിയിട്ടുണ്ടോ? അതല്ല, അതിന്റെ മുമ്പ് ആദ്യം വെച്ച ഒന്നുകൂടി CM വലിയുള്ള സ്മരണികയുടെ പുസ്തകത്തിൽ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അതിന് മൂപ്പരും മറുപടി പറഞ്ഞതെന്താ? സലഫി കട്ടിട്ടാ വായിച്ചത്. പച്ചക്കള്ളം മൗലി ഇവിടെ തട്ടിവിട്ടതാണ്. എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? CM സ്മരണികയിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വാചകം കട്ടുക പറയണേ. ഏതാ വാചകം? കട്ടിട്ടില്ലവരോടെ കേട്ടോ. എന്താ? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ആർക്കായതൊക്കെ
എന്താ പേര് പറഞ്ഞത്? അള്ളാഹു നൽകിയതായതുകൊണ്ട് തുല്യല്ല. അത് മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നോ? മുമ്പത്തെ പ്രസംഗത്തിൽ തുല്യമല്ല എന്നുള്ള ഭാഗം വായിച്ചിരുന്നോ? അത് വായിച്ച് വിശദീകരിച്ചിരുന്നോ? അതിന്റെ പുറമെ അള്ളാഹുവിനെ പോലെ എന്ന് കൂട്ടിയില്ലേ? ഇനിയും അയാൾ ചോദിക്കും, നിങ്ങൾ കേട്ടോളി, അള്ളാഹിനെ പോലെ തന്നെ ചോദ്യം വരുന്നുണ്ട്. എന്നാ അള്ളാഹു നൽകിയിട്ടുണ്ടോ? അള്ളാഹിനെ പോലെ കാണാനും അള്ളാഹിനെ പോലെ കേൾക്കാനും അള്ളാഹിനെ പോലെ അറിയാനും ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ പോലെ ഔലിയ അറിയും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് കാണും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് അറിയും, കേൾക്കും എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് ഉദ്ധരിച്ചത് എന്ന് പേരോട് ഇവിടെ പറയണം. എവിടെയാ എഴുതിയത് എന്ന് മൗലവി പറയണം. ഞങ്ങളെ ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ എഴുതിയത് എന്ന് മൗലവി പറയണം. എന്റെ മുന്നിൽ വന്ന് പറയണം. പാച്ചക്കള്ളം പറഞ്ഞാൽ പറ്റില്ല, മുന്നിൽ വന്ന് പറയണം. ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയത് അള്ളാഹുവിനെ പോലെ? ആളുകളെ വഞ്ചിക്കാനേ, ആളുകളെ എഴുതിയ വാചകല്ല പറയുന്നത് വേറൊരു വാചക. നിങ്ങൾ നോക്കി എന്തൊരു തട്ടിപ്പാണ് ഇത്. കേൾക്കുമ്പോൾ ആളുകൾ വിഷമിക്കൂലേ? അള്ളാഹിനെ പോലെ നമ്മളെ മുക്കിലുണ്ടോ? ഇല്ലാത്തതാ ചോദ്യം. ചോദിക്കുന്നതല്ല ഉള്ളതല്ല ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ എന്റെ മുന്നിൽ വരണോ? എന്തൊരു ദജ്ജാല്! പഠിച്ചവനെ മസീദ് ദജ്ജാൽ ഇയാളിനെ ആയിരിക്കും, ആർക്കറിയാം? എനിക്കാണോ? ഇയാൾക്കൊരു ബുക്ക് എടുക്കുന്ന രസമുണ്ട്. അത് ഈ ബുക്കിന്റെ മുമ്പിൽ ഒരു എടുക്കുന്നത് എനിക്ക് എടുത്തിട്ട് അവിടുത്തെ അങ്ങ് വെക്കൂ. എനിക്ക് പിന്നീടൊരു വെല്ലുവിളി വെച്ചാട്ട് പറയാം. നല്ല രസമുണ്ട്. പോലെ നിങ്ങൾ റാസിമാമിന്റെ ഉദ്ധരണി വായിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. അത് പറയുന്നത് എന്നൊക്കെ പറയും കട്ടി കൂട്ടിയിട്ട്. അടുത്തുള്ളതും അകലുള്ളതും നോക്കും, അടുത്തുള്ളതും അകലുള്ളതും നോക്കും. ഈ പോലെന്ന് കാണിക്ക്. അതവിടെയുള്ള വിഷയം പഠിക്കാതെ വെറുതെ അതൊന്നും പറഞ്ഞ് പല്ലിവാലി കുറിച്ച് രക്ഷപ്പെടുക. അള്ളാഹു കേൾക്കും പോലെ പോലെ കാണിക്ക്. ഏത് കിതാബിലും കാണിക്കും. അള്ളാഹു കാണും പോലെ പോലെ കാണിക്ക്. പോലെ നീ അറബി ഉണ്ടാവില്ല, എന്നാൽ അതിന് തുല്യമായ അറബി പദം കാണിക്ക്. പോലെ എന്നില്ലാതെ നിങ്ങളെ സ്വന്തം ഒക്കെ കൂട്ടിയിട്ട് ഞാൻ കത്തും. എനിക്ക് എന്തിനാ കക്കണ്ട്? ഇവിടെ ഉള്ളത് തന്നെ പറയാൻ നേരില്ല, എന്നിട്ട് ഇല്ലാത്തത് പറയണം. അതിനെ ഇവിടെ മണിക്കൂർ കഴിയില്ല. ഇതിന്റെ മുഖപ്പര് പറയണേ, ഞാൻ ഇവിടെ കുറെ വായിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ വായിക്കാൻ വേണ്ടി കുറെ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് സുഹൃത്തുക്കളെ, നമ്മളിവിടെ വിട്ടുപോയിട്ടില്ല. ഇതിൽ പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചിട്ടുണ്ട്, യാതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ചോദ്യം എന്താ? അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്ന് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകും എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ആരാണ് പോലെ കേൾക്കുമെന്ന് എഴുതി വെച്ചത്? പോലെ അറിയുമെന്ന് എഴുതി വെച്ചത്? പോലെ കാണുമെന്ന് എഴുതി വെച്ചത്? അതല്ലേ നിങ്ങൾ തുടരേണ്ടത്? അതല്ലേ ആരോഗ്യപരമായ സംവാദം? അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? വെറുതെ അതൊന്നും പറയാ. ഇപ്പൊ കടകള് എടുത്ത് ഒന്നിങ്ങനെ എടുത്ത് അതവിടെ വെച്ച് എന്തോ ഒരു കുതന്ത്രന്നറിയോ? എന്നാ പോലെയല്ലേ കേൾക്കേണ്ടത്? അല്ലേ? മൗലവിന്റെ റൂഹിന്റെ കൽപ്പിച്ചേരാ കേട്ടോ. മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല വസംഅ മിൻഹു ثم عينا باصرا اي مثل ذلك في المطالب هرولا. മുബർക്ക് പോലെ എന്നുള്ളതിന് ഒരു അറബി ഭാഷ കിട്ടണം. ഐ മിസില ദാലിക. അള്ളാഹ് കാതാകും കണ്ണാവും എന്ന് പറഞ്ഞാൽ കാതുപോലെയാകും കണ്ണുപോലെയാകും എന്ന് പറഞ്ഞാൽ അസാധാരണമായ കേൾവി അള്ളാഹു മുഖേന, അസാധാരണമായ അറിവ് അള്ളാഹു മുഖേന. അപ്പൊ പോലെയെന്ന് കാണിക്കുന്നു. പോലെയെന്ന് കാണിച്ചല്ലോ, ഇനി രാജിവെക്കുവോ? മിസിലാരിക്ക കാണിച്ചല്ലോ, ഇനി രാജിവെക്കുവോ? ഇനി അവസാനം ഒന്ന് മുജാഹിദിന്റെ ബുക്കും വായിക്കട്ടെ, എന്നാലല്ലേ ആപ്പ് കൊടുക്കാനാവും. ഇനി അൽമനാർ വായിക്കട്ടെ, എടുക്കുമോനെ അൽമനാർ. പോലെ എഴുതിയത് പോലെ എഴുതി അൽമനാർ മുജാഹിദിന്റെ പത്രായി വായിക്കുന്നത്. പോലെ എഴുതിയത് പോലെ എഴുതിയ വേണം മൂപ്പർക്ക്. അള്ളാന്റെ സിഫത്തിന് പോലെന്ന് നിങ്ങൾ എഴുതിയതാ വായിക്കുന്നത് കേട്ടോ. അർ-റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്നാൽ അർ-റഹീം എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ വിശേഷണമായ റഹീം അള്ളാനെ വിശേഷിപ്പിച്ചതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാന്റെ സിഫത്ത്
അള്ളാന്റെ റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത്. മുജാഹിദേ, ആൺകുട്ടികളാണോ രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്?